ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് നല്ലൊരു ഐസ്ക്രീം ഉണ്ടാക്കിയാലോ? ഉണ്ടാക്കാം. എന്നും കൊണ്ടത് അറിയണ്ടേ? കണ്ടോ, ആത്തച്ചക്കയും കൊണ്ട്. നമുക്ക് കുറേ ആത്തച്ചക്ക ഉണ്ട് അവിടെ പറമ്പിൽ. അതിൽ ഞാൻ ഒരെണ്ണം പറിച്ചുകൊണ്ട് നോക്കിയതാ എങ്ങനെ ഉണ്ടെന്നറിയാൻ, ഉണ്ടാക്കി നോക്കിയിട്ട്. പക്ഷെ നേരത്തെ ഉണ്ടാക്കി നിങ്ങളെ കാണിച്ചില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴൊരു വിഷമം. ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ, എന്ത് രുചിയാണെന്നറിയാം. നമുക്ക് ആദ്യം അത് പൊട്ടിച്ചെടുക്കാം. കണ്ടോ, പൊട്ടിച്ചതിൻ്റെ ഉള്ളിലത്തെ എല്ലാം എടുക്കുക, മാതളം. എന്നിട്ട് അതിൻ്റെ അരി വേറെ ഇരിക്കുക. എന്നിട്ട് അതിനകത്തേക്ക് ഏലക്കായും പൊടിച്ചിടുക, കുറച്ച് പാൽപ്പൊടി, നമ്മുടെയൊക്കെ ആവശ്യാനുസരണം പാൽപ്പൊടി ഇടുക. എന്നിട്ട് എല്ലാം കൂടെ യോജിപ്പിക്കുക. തണുപ്പിക്കേണ്ടവർക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. തണുപ്പില്ലെങ്കിൽ ഇത് കഴിക്കാൻ നല്ല സുഖം, നല്ലൊരു രുചിയാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രുചി. അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ. ആത്തച്ചക്ക കൊണ്ട് നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാം. ഞാനത് പൊട്ടിച്ചെടുത്തതാണിപ്പം. എൻ്റെ കുരുവും വേറെ ആക്കി. എന്നിട്ട് കണ്ട, അത് ഒരു ഏലക്കായും പൊടിച്ചിട്ട് ഉണ്ടോ, എന്ത് രുചിയാന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രുചി. നമുക്കൊന്ന് കഴിച്ചു നോക്കാം, എങ്ങനെ ഉണ്ടെന്ന് അറിയണ്ടേ? കഴിക്കാം. ആരെങ്കിലും കൂടുന്നുണ്ടോ? ആത്തച്ചക്കയുടെ ഐസ്ക്രീം, ഇതുവരെ ആരും ഉണ്ടാക്കാത്തൊരു ഐസ്ക്രീം. നിങ്ങളൊന്ന് കഴിച്ചു നോക്കണേ, ഒരു മായവും ചേരാത്ത ഐസ്ക്രീം. വേവിക്കണ്ട. നമുക്ക് സാധാരണ ഐസ്ക്രീമിന് പാലും മുട്ടയും എല്ലാം കൂടെ ആക്കണ്ടേ, അതൊന്നും വേണ്ട. ഇത് കണ്ടോ, കണ്ടോ എന്ത് രുചിയെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര രുചി. നമുക്കൊന്ന് കഴിച്ചു നോക്കാം, എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഉണ്ടോ, എന്ത് രുചിയാ! ആത്തച്ചക്കയുടെ ഐസ്ക്രീം. ഉണ്ടോ, അങ്ങനെ ഒന്നും ചേർത്തില്ല. ഇച്ചിരി പാൽപ്പൊടി മാത്രം അതിനകത്ത് ചേർത്തുള്ളൂ, പഞ്ചസാര ചേർത്തില്ല. അതിന് നല്ല മധുരമുണ്ട്, പിന്നെ പഞ്ചസാരയുടെ ആവശ്യമില്ല. അതുകൊണ്ട് ഏത് അസുഖക്കാർക്കും കഴിക്കാം, ഷുഗറുകാർക്കൊക്കെ നല്ലപോലെ അത് കഴിക്കാം കേട്ടോ. ആത്തച്ചക്ക ആദ്യം പഴുപ്പിച്ചെടുക്കുക, എന്നിട്ട് അതിൻ്റെ മാതളം എല്ലാം എടുക്കുക. അത് നല്ലപോലെ കയ്യിലിട്ട് ഞെരടിയാൽ മാതളം വേറെയാവും. ഒരു ശകലം വെള്ളം കൂടെ വെച്ച് ഞെരടി എടുക്കുക. അപ്പം കുരു വേറെയാവും. കണ്ടോ, കുരു കണ്ടോ, ഉണ്ടോ, ഇതിൽ കുരു മാറി കിട്ടും. എന്നിട്ടത് ഇച്ചിരി ഏലക്കായും പൊടിച്ചിട്ട് ഇടുക. ഉണ്ടോ, നല്ല ഐസ്ക്രീം, പറഞ്ഞറിയിക്കാത്ത. ഐസ്ക്രീമുകളിൽ ഏറ്റവും രുചി ഇതാന്ന് തോന്നുന്നു, അത്രയ്ക്കും രുചിയാണ്. അതിൻ്റെ ഒരു ചെറിയ തരി. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ആത്തച്ചക്കയുടെ ഐസ്ക്രീം. എൻ്റെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ. ആത്തച്ചക്ക കൊണ്ട് ഐസ്ക്രീം ഉണ്ടാക്കിയത്. നല്ലപോലെ പഴുത്തോണ്ട് നല്ലപോലെ അത് ഉണ്ടോ, കുരു വേറെയാക്കി. പഞ്ചസാര ഒട്ടും വേണ്ട കേട്ടോ. പഞ്ചസാര നല്ല, പഞ്ചസാരക്കായും നല്ല മധുരം. പിന്നെ എന്തിനാ പഞ്ചസാര ഇടേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഒരു ഏലക്കായും പൊടിച്ചിടുക. വേറെ അതിന് ഒരു സാധനവും അതിന് ചേർക്കണ്ട. ഏലക്കായും കുറച്ച് പാൽപ്പൊടി. പാൽപ്പൊടി ഇല്ലാത്തവർക്ക് പാലിനകത്തും മതി. ഈ
കുരു നല്ലപോലെ പാല് തിളപ്പിച്ചെടുത്തിട്ട് അതിനകത്ത് ഞെരടി എടുത്താൽ മതി. ഉണ്ടോ? ആത്തക്കയുടെ ഐസ്ക്രീം നല്ല വിറ്റാമിനുള്ള പഴമാണിത്. എല്ലാവരും കഴിക്കണം കേട്ടോ. എല്ലാവരും ഇല്ലാത്തവരൊക്കെ ഇത് നട്ടു വളർത്തണം കേട്ടോ. അത്രയ്ക്കും രുചിയുള്ളത്. ഇതുണ്ടാക്കി നോക്കിയപ്പം പഴങ്ങളിൽ ഏറ്റവും രുചി ആത്തപ്പഴമാണെന്ന് തോന്നുന്നു. അത്രയ്ക്കും രുചിയാണ്. കഴിച്ചിട്ടും മതി വരില്ല അതിൻ്റെ രുചി. അതിനകത്ത് ആത്തക്കകത്ത് എന്തോ ഒരു പഞ്ചസാര പോലെ കടിക്കുന്നൊരു അതുണ്ട് അതിനകത്ത്. അതും കൂടെ ആകുമ്പോൾ നല്ലൊരു പ്രത്യേക രുചിയാണ്. എല്ലാവരും കഴിച്ചു നോക്കണേ, ഉണ്ടാക്കി നോക്കണേ. പാൽപ്പൊടി ഇല്ലാത്തവർ പാലിനകത്താക്കിയാൽ മതി. പാലിനകത്ത് ഈ കുരു മാതള എടുത്തിട്ട് നല്ലപോലെ അതിൽ ഞെരടി എടുത്തിട്ട് ഇങ്ങനെ എടുക്കാം. നമുക്ക് പാൽപ്പൊടി ആകുമ്പം ഒന്നും കൂടെ ഒരു മുറുക്കം കിട്ടും. ആത്തപ്പഴത്തിൻ്റെ ഐസ്ക്രീം. ഈ കടുവാക്രമണം തുടർച്ചയായി വയനാട്ടിൽ ഉണ്ടാകുന്നു. ഒരു പ്രതീക്ഷ നയിച്ച ഒരു വർഷമാകുന്നു. അതിനിടയിലാണ് വീണ്ടും ഇത്തരത്തിലൊരു സംഭവം, അസാധാരണ സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. മന്ത്രി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. CPIഎമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി കെ റഫീഖ്, അതോടൊപ്പം മുൻ മന്ത്രി PK ജയലക്ഷ്മി ഉൾപ്പെടെയുള്ള. എൻ്റെ ചാനൽ മറക്കണ്ട, ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ. ആത്തപ്പഴത്തിൻ്റെ ഐസ്ക്രീം.